കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എപ്പോഴും കുട്ടികളുടെ അമ്മമാർക്ക് മറ്റുള്ളവരുടെ അടുത്തൊന്നും നല്ല അഭിപ്രായം മിക്കവാറും കേൾക്കാറില്ല. പലപ്പോഴും അതങ്ങനെ ചെയ്യൂ, ഇതിങ്ങനെ ചെയ്യൂ, ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. 2 മാസം ആകുമ്പോഴേക്കും കുഞ്ഞ് കമന്ന് വീണില്ല. അത് കഴിയുമ്പോൾ അടുത്ത ഘട്ടം ഇഴഞ്ഞു തുടങ്ങിയില്ല, താഴെ കിടത്തുന്നില്ല, എപ്പോഴും കൈ പിടിക്കുന്നു, ഇന്ന സാധനങ്ങൾ കൊടുക്കുന്നില്ല, അതങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അതിങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മാനസികമായിട്ട് പീഡനം നൽകിക്കൊണ്ടിരിക്കും. അതങ്ങനെ പറയാൻ തന്നെയാണ് കറക്റ്റ് ആവുകയുള്ളൂ. ആ മാനസികമായൊരു പീഡനം തന്നെയാണത്. എങ്കിൽ ഈ പറയുന്നവരൊക്കെ അമ്മമാരൊക്കെയായിരുന്നു. അപ്പോൾ അവരുടെ കുട്ടികളെ വളർത്തിയ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പണ്ടെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം കുട്ടികളെ നോക്കാൻ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. പിന്നെ അതേ പ്രായത്തിലുള്ള വേറെയും കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും. നമ്മളൊക്കെ പണ്ട് വളർന്ന സാഹചര്യത്തിലോ ഒന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ ഒരു വീടിനകത്ത് ഉള്ള വളർച്ചയാണ് നടക്കുന്നത്. പുറത്തേക്ക് അധികം പോകാറില്ല. കുട്ടികൾ കളിക്കാൻ പോകുന്നില്ല. അങ്ങനെ അല്ലേ? നമ്മൾ കളിച്ചിരുന്ന പല കളികളും ഇപ്പോഴത്തെ കുട്ടികൾ ആർക്കറിയില്ല. ഭക്ഷണമായാലും മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ പലപ്പോഴും അച്ഛൻ, അമ്മ, കുട്ടികൾ ഇങ്ങനെ രീതിയിലേക്ക് മാറുമ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ വീട്ടുജോലി ചെയ്യണം, എല്ലാവരുടെയും കാര്യം നോക്കണം, കുഞ്ഞിൻ്റെയും കാര്യം നോക്കണം, അല്ലേ? അപ്പം ചില പോരായ്മകൾ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. എന്തെന്ന് പറഞ്ഞാലും ഒരമ്മ ഒരിക്കലും നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ മോശമായ രീതിയിൽ വളർത്താൻ ആഗ്രഹിക്കുകയില്ല. അവരുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് തീർച്ചയായിട്ടും അവർ ആ കുഞ്ഞിനെ നോക്കും. പിന്നെ എല്ലാവരും ഒരേപോലെയല്ല ചിന്തിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലത്തെ മനസ്സല്ല. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ കുട്ടികളെ നോക്കുന്നതിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന ആഹാരമായിരിക്കില്ല മറ്റൊരു അമ്മ അതിൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം ജീവിക്കുന്നതിനനുസരിച്ച് കുട്ടികളുടെ കാര്യം നോക്കുന്നത്. അപ്പോൾ പുറമേ ഇങ്ങനെ പറയുന്നവർ ഇതൊന്നും അറിയുന്നില്ല. ചിലപ്പോൾ അറിഞ്ഞിട്ടും വീണ്ടും കുറ്റപ്പെടുത്താൻ മാത്രം താല്പര്യമുള്ള ഒരു വിഭാഗമുണ്ടെങ്കിൽ അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളിനി ഏതൊക്കെ രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കിയാലും പറയാനുള്ളവർ തീർച്ചയായിട്ടും പറയും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചിന്തയുമായിട്ട് മുന്നോട്ട് പോകണ്ട. പറയുന്നവർ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടത് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അങ്ങനെ തന്നെ ചിന്തിക്കണം. അല്ലാതെ വിഷമിക്കുക എന്നുള്ളത് വരുത്തുകയോ ചെയ്യില്ല. ആ വിഷമം മനസ്സിനെ ബാധിക്കും, ശരീരത്തെയും ബാധിക്കും. മനസ്സും ശരീരവും നന്നായി ഇരിക്കുമ്പോഴാണ് കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും വേദനിപ്പിക്കാതിരിക്കുക.